പീരുമേട്ടിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രസിപ്പിക്കുന്ന വിജയമാണ് എനിക്ക് നൽകിയത്. 27,600-ിലധികം വോട്ടുകൾക്ക് ജയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പീരുമേട്ടിലെ വോട്ടർമാർ എന്നോട് വലിയ സ്നേഹവും അതുപോലെ തന്നെ ഒരു അംഗീകാരവും എനിക്ക് നൽകി. അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞാൻ കാണുന്നത്. ഇതിന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം ലഭിച്ചത്. ഇതിന് മുമ്പ് എൻ്റെ പിതാവ് KK തോമസ് 1982 മത്സരിക്കുമ്പോൾ 9,200-ിലധികം വോട്ടുകൾക്ക് വിജയിച്ചതാണ് കൂടിയ ഒരു ഭൂരിപക്ഷം. അപ്പോൾ ഒരു ചരിത്ര ഭൂരിപക്ഷം നേടിത്തന്ന പീരുമേട്ടിലെ വോട്ടർമാർ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു ബാധ്യതയും കൂടെ എനിക്ക് നൽകിയിട്ടുണ്ടത്. കൃത്യമായി വളരെയധികം ചിട്ടയോടും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ കഴിഞ്ഞ 25 വർഷമായി അതിരൂക്ഷമായ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. വളരെ കുറച്ച് തോട്ടങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ലാഭകരമായി പ്രവർത്തിക്കുന്നത്. 2 തോട്ടങ്ങൾ പൂർണ്ണമായും പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് പീരുമേട്ടി കമ്പനി അതുപോലെ തന്നെ MMJ പ്ലാന്റേഷൻ വക തോട്ടങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കിയെങ്കിൽ മാത്രമേ തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കുള്ളൂ. ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന പല തോട്ടങ്ങളിലും കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ വിഹിതമായിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന പ്രോവിഡന്റ് ഫണ്ട് വിഹിതം പോലും അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയേക്കുന്ന മാനേജ്മെൻറ്റുകളാണുള്ളത്. ഗ്രാറ്റുവിറ്റി തുക ഏതാണ്ട് 10 വർഷത്തിലധികമായി ലഭിക്കാനുള്ള ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അതിന് ഒരു സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഈ പീരുമേട് മേഖലയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു ഖേദകരമായ വസ്തുതയാണ്. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. പീരുമേട്ടിലെ തോട്ട മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ പ്രവർത്തിച്ചതിൽ എനിക്ക് കൊണ്ട നിർദ്ദേശങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് ഒരു സർക്കാർ UDFൻ്റെ ഒരു സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരികയാണ്. തീർച്ചയായിട്ടും തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും. അതിനുള്ള പരിശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഒരു വിഷയമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ആകമാനം ഇതൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. നമ്മുടെ പീരുമേട് നിയോജകമണ്ഡലത്തിൽ തന്നെയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ടോ 3-ലധികം മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് കാട്ടുപോത്തിൻ്റെയും കരടിയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റവരുണ്ട്. അവർക്കൊന്നും നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കൃഷി നഷ്ടപ്പെട്ടപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പം ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എന്നുവെച്ചാൽ കേരളത്തിലെ വന്യജീവി സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിനു മുമ്പ് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ പദ്ധതികളുമൊക്കെ പല പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കം അതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഈ സാഹചര്യത്തിൽ ഈ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുമുള്ള പദ്ധതികൾ ഉണ്ടാകും. അത് പീരുമേട് നിയോജക മണ്ഡലത്തിലും അതിൻ്റെ ഒരു പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെയും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് വിശ്വാസം. ടൂറിസം മേഖലയിൽ വളരെയധികം സാധ്യതകൾ നിലനിൽക്കുമ്പോഴും ഇവിടെ ആവശ്യമായ മതിയായ ഒരു വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇവിടെ നമുക്ക് ലോക പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു നിയോജകമണ്ഡലമാണ് പീരുമേട്. ഇപ്പോൾ തേക്കടിയാണെങ്കിലും അതുപോലെ തന്നെ വാഗമൺ അടക്കം വളരെ പേരുകേട്ട വളരെയധികം ടൂറിസ്റ്റുകൾ കടന്നു വരുന്നൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ പീരുമേടിൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് പരുന്തുംപാറ, പാഞ്ചാലിമേട് അടക്കം ചെറുതും വലുതുമായ വളരെയധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പീരുമേടിനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന്
കഴിയും. അതിനുവേണ്ടിയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളുണ്ടാകണം, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടൂറിസം മേഖലയിൽ അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇനി ഒത്തിരിയധികം അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഒത്തിരി വികസനങ്ങൾ നടക്കാനുണ്ട്. അതിനൊക്കെ ഭൂമി വിട്ടുകിട്ടുന്നതിന് വനം വകുപ്പ് പലയിടത്തും തടസ്സം നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. കഴിഞ്ഞ നാളുകളിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ശക്തമായ ഇടപെടലുകൾ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം മൂലം അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വനം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നിലവിൽ വരുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാടുണ്ടാകും, ഒരു നടപടി ഉണ്ടാകും. ഇവിടെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി വനം വകുപ്പിന് എതിര് നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കും. അതിനെതിരെ ശക്തമായ നിലപാടുണ്ടാകും, അതിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പീരുമേടിലെ പല വികസന കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇവിടെ നടപ്പാക്കാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കറിയാം, റോഡുകൾ, വളരെയധികം റോഡുകൾ പീരുമേട് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഹൈവേ റോഡ് മാത്രം കുറച്ച് ടാർ ചെയ്ത് വൃത്തിയാക്കി അല്ലെങ്കിൽ അത് ഭംഗിയായി വലിയ വികസന പ്രവർത്തനം നടത്തിയെന്നൊക്കെ പൊട്ടിഘോഷിക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രധാനപ്പെട്ട പാതകൾ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് പീരുമേടിലെ എല്ലാ പഞ്ചായത്തിലും വളരെയധികം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കിടക്കുന്നു. പശുപ്പാറയിൽ ഉപ്പുതറയിലെ പശുപ്പാറ മെയിൻ പശുപ്പാറയിലേക്കുള്ള റോഡ്, അതുപോലെ തന്നെ അവിടെ വട്ടപ്പതാൽ റോഡുണ്ട്. അതുപോലെ ഇന്നലെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ മറ്റ് വാഗമണ്ണിൻ്റെ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് ഗ്രാമപഞ്ചായത്ത് കൊക്കയാറിൽ ഉറുമ്പിക്കര ഭാഗത്തേക്കുള്ള റോഡ്, അങ്ങനെയുള്ള വളരെയധികം റോഡുകൾ, ഞാൻ ഒരു പഞ്ചായത്തിൻ്റെ മാത്രമല്ല പറഞ്ഞാൽ ഇനി ഇതുപോലുള്ള വളരെയധികം പ്രധാനപ്പെട്ട റോഡുകൾ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വികസന കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും കഴിഞ്ഞ സർക്കാരോ അല്ലെ ജനപ്രതിനിധികളോ നടത്തിയില്ല എന്നുള്ളതും ഒരു ഖേദകരമായ വസ്തുതയാണ്. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായ പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ജപ്പൻ കുടിവെള്ള പദ്ധതി അടക്കം പലപ്പോഴും ജനങ്ങൾ പരാതി പറയുന്നൊരു സ്ഥിതിയാണ്. വെള്ളം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും വെള്ളം എത്തുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകണം. ടൂറിസം മേഖലയിൽ ഇപ്പോൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. ടൂറിസം മേഖലയിലേക്കുള്ള റോഡുകളും ഒക്കെ ഒരു വികസനവും ഇല്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കണം. ഭൂമി വിഷയങ്ങൾ പീരുമേടിൻ്റേതായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം മറ്റ് ഇടുക്കി ജില്ലയിലെ മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പം നിരോധന ഉത്തരവോ അല്ലെങ്കിൽ മറ്റ് പട്ടയം കിട്ടാത്തതോടൊപ്പം തന്നെ പീരുമേടിൽ വർഷങ്ങൾ ഏതാണ്ട് 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് തോട്ടങ്ങളിൽ നിന്നൊക്കെ അവർ പൈസ കൊടുത്ത് അല്ലെങ്കിൽ വലിയ മതിയായ തുക പ്രതിഫലമായി നൽകി വിലയ്ക്ക് വാങ്ങിയ സ്ഥലങ്ങളുണ്ട്. അവർക്ക് ആധാരം കൈവശമുണ്ട്. പക്ഷേ അവർക്ക് അതിന് ആവശ്യമായി അവർ കരമടയ്ക്കുമ്പോൾ അതിന് കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില എൻഡോഴ്സ്മെൻറ്റും ഒക്കെ നടത്തിയാണ്. അപ്പം നിരക്ഷേപമായി അനുഭവിക്കാനുള്ള ഒരു സാഹചര്യമില്ല. പട്ടയമടക്കം അല്ലെ ആധാരമൊക്കെ ചെയ്ത് കരം കൂട്ടി പേരിൽ കൂട്ടി അനുഭവിക്കുന്ന വസ്തുക്കൾ. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും പീരുമേടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരമാണ് എനിക്ക് ലഭിച്ചത്. അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രചോദനമാണ് എനിക്ക് നൽകുന്നത്.